കെ സുരേന്ദ്രൻ എന്ന ഞാൻ കേരള നിയമസഭയിലേക്കുള്ള മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കളായിട്ടുള്ള ശ്രീ KV ഭട്ട്, AK കയ്യാർ, ശ്രീ ഗോപാൽ ഷെട്ടി, സുനിൽ അനന്തപുരം, ആദർശ് BM, ശ്രീമാൻ V രവീന്ദ്രൻ, സലീൽ മാസ്റ്റർ, നസീർ മുംബൈ, അഷ്റഫ്, ജയന്ത് പാട്ടാളി തുടങ്ങി പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, വിജയകുമാർ റായ് എന്നിവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വികസനത്തിന്റെ യഥാർത്ഥ മുഖമാണ്. മഞ്ചേശ്വരം മണ്ഡലം എങ്ങനെയാണ് കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ ആ മണ്ഡലത്തെ പരിഗണിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഞാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ ഈ താലൂക്ക് ഓഫീസ്. ഒരു സ്വകാര്യ കെട്ടിടത്തിൽ ഇത്രയും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 60ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ താലൂക്ക് ഓഫീസിൽ 1.5 മാസം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. 60 ജീവനക്കാരിൽ സ്ത്രീകളും പ്രായമായവരുമുണ്ട്. ഒരു ടോയ്ലറ്റ് ബാത്റൂം മാത്രമാണ് ഈ കെട്ടിടത്തിനുള്ളത്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു താലൂക്ക് ഓഫീസ് കാണുമോ? LDF സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള എന്റെ സുഹൃത്ത് LDF കാൻഡിഡേറ്റ് ഇവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാതെ നേരെ കലക്ടറേറ്റിൽ പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? ഇനി UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ വരുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ എന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ ഞാൻ മഞ്ചേശ്വരത്ത് കൊണ്ടുവരുന്നത്. ഇതുപോലെയാണ് മഞ്ചേശ്വരത്തിന്റെ എല്ലാ വികസന കാര്യങ്ങളും ഉള്ളത്. വിദ്യാഭ്യാസം ഇല്ല, അതിനുവേണ്ടി നല്ല സ്കൂളുകളില്ല, കോളേജുകളില്ല, ആശുപത്രികളില്ല, തൊഴിലവസരങ്ങളില്ല, നല്ല റോഡുകളില്ല, പലയിടത്തും വൈദ്യുതി എത്തിയിട്ടില്ല. ഹൈമാസ് ലൈറ്റ് കൊടുത്തതെല്ലാം ഒരു ഏകപക്ഷീയമായിട്ടാണ്. അങ്ങനെ എല്ലാ തരത്തിലും വികസന പ്രതിസന്ധിയാണ് മഞ്ചേശ്വരം. കന്നഡ ഭാഷ സംസാരിക്കുന്നവർക്ക് യാതൊരു പ്രയോജനവുമില്ല. കന്നഡയും തുളുവും സംസാരിക്കുന്നവർ ഇവിടെ 2ാം കിട പൗരന്മാരല്ല, അതിന് 3ാം കിട പൗരന്മാരായിട്ടാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കന്നഡയും തുളുവും സംസാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. മലയാളം നിർബന്ധമാക്കി. പക്ഷേ കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കണമെന്ന് പറയാൻ സർക്കാരിന്റെ പ്രതിനിധികളുമില്ല, പ്രതിപക്ഷവുമില്ല. നമ്മുടെ MLA ഒരക്ഷരം അതിനെപ്പറ്റി മിണ്ടിയില്ല. അദ്ദേഹം കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ PSC പരീക്ഷ കന്നഡയിൽ എഴുതാൻ പറ്റുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ ചെന്നാൽ, പഞ്ചായത്ത് ഓഫീസിലോ ചെന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. കുട്ടികൾക്ക് കന്നഡ പഠിക്കാനുള്ള അവസരങ്ങളില്ല. കന്നഡ ടീച്ചേഴ്സിന്
ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രൊമോഷനുമില്ല, അവർക്കിവിടെ അവസരം കൊടുക്കുന്നില്ല. മലയാള ഭാഷ നമ്മുടെ എല്ലാവരുടെയും ഭാഷയാണ്, കേരളത്തിന്റെ മാതൃഭാഷയാണ്. പക്ഷെ കന്നഡ സംസാരിക്കുന്നവർ എന്ത് ചെയ്യും? അവരെങ്ങനെ പരീക്ഷ എഴുതും? മോദി സർക്കാർ നീറ്റ് പരീക്ഷ പോലും പ്രാദേശിക ഭാഷയിലാക്കി. പക്ഷെ ഇവിടെ PSC പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല. ഒരു വോട്ടർ പട്ടിക സംസ്ഥാനം അടിച്ചു തരുന്നത്, കന്നഡ വോട്ടർ പട്ടിക കിട്ടണം, നമ്മൾ എത്ര ദിവസം കാത്തിരിക്കണം? അപ്പൊ ഈ പ്രദേശത്തെ സമ്പൂർണ്ണമായിട്ട് അവഗണിച്ചിരിക്കുകയാണ് LDFും UDFും. അതിനെതിരായിട്ടുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 10 വർഷം മുമ്പ് ഞങ്ങളെ ചതിയിലൂടെ പരാജയപ്പെടുത്തി LDFും UDFും ചേർന്ന്. അതിന്റെ ദുരന്ത ഫലം പാവപ്പെട്ട വോട്ടർമാരാണ് അനുഭവിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണുന്ന താലൂക്ക് ഓഫീസ്. അതെ, 3ാമത്തെ നിലയിലാണ്. ഒരു ലിഫ്റ്റ് ഉണ്ടോ? എങ്ങനെ നടന്നു പോകും പ്രായമായവർ? ഒരു മനുഷ്യരല്ലേ? മഞ്ചേശ്വരത്ത് ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യരല്ലേ? അത്രയും ഭീകരമായ അവഗണനയാണ് മഞ്ചേശ്വരത്തെ സർക്കാർ, ഇവിടുത്തെ എല്ലാം മാറി മാറി LDF UDF ചെയ്യും. അതിനെതിരായിട്ടുള്ള വികാരമാണ് ഞങ്ങൾ. വാടക കെട്ടിടത്തില അതെ, ഞാൻ പറഞ്ഞല്ലോ, വാടക കെട്ടിടത്തില്ല. വാടക കെട്ടിടത്തിൽ എവിടെയുള്ളത്? വാടക കെട്ടിടാണെങ്കിൽ തന്നെ ഒരു നല്ല കെട്ടിടം വേണം. ഇന്ന് അടിച്ചു വാരിയിരിക്കുന്നു നാമനിർദ്ദേശം. എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാൻ പറ്റും? അവരെന്ത് ചെയ്യും? ഒരു സൗകര്യം അവർക്ക് കൊടുക്കുന്നില്ല. നരകതുല്യമാണ് ഈ ഇവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് രണ്ടു മുന്നണികളും പറയേണ്ടതാണ് വോട്ടർമാർ. ക്യാപ്സൂളാണ്, പിന്നെ അഷ്റഫിന്റെയും. അത് വേണ്ട, സ്ഥലം കണ്ടെത്താൻ കേരളത്തിൽ ഒരു താലൂക്ക് ഓഫീസിന് സ്ഥലം കണ്ടെത്താൻ കേരളത്തിലെ സർക്കാരിനോ ഇവിടുത്തെ ജനപ്രതിനിധികൾ സാധിക്കുന്നില്ലെങ്കിൽ അവരത് പറയട്ടെ നേരത്തെ. ഞാൻ കൊടുക്കാനുള്ള സ്ഥലം ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. സ്ഥലം ചോദിച്ചിട്ടുണ്ടോ ആരോടെങ്കിലും? നിങ്ങളുടെ ആരുടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എല്ലാം തട്ടിപ്പാണ്, ആളുകളെ കബളിപ്പിക്കുക. CPM ആദ്യഘട്ടത്തിൽ മഞ്ചേശ്വരത്ത് പരിഗണിച്ചിരുന്ന ഷാനവാസ് പാദൂരിനെ ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അതിൽ CPM ഇവിടെ പറഞ്ഞത് ഷാനവാസ് പാദൂർ ഇവിടെ മത്സരിച്ചാൽ ഒരു പക്ഷേ BJPക്ക് സഹായമാകുന്ന വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അതിപ്പോ എത്ര തവണ ഇങ്ങനെ BJPക്ക് സഹായകമാവും എന്ന് പറഞ്ഞ് അവർക്ക് നിലപാട് സ്വീകരിക്കാൻ? ജനങ്ങൾ ഇതെല്ലാം കാണുമല്ലോ. LDFിലെയും UDFിലെയും സാധാരണ മനുഷ്യർ, പച്ചയായ മനുഷ്യർ ഇതെല്ലാം കാണുമല്ലോ. എത്ര തവണ BJPയെ മാറ്റി നിർത്തും? മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ എവിടെ മാറി? ഞങ്ങൾക്ക് MP ഉണ്ട്, ഞങ്ങൾക്ക് മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. എങ്ങനെ കേരളത്തിൽ ഇനി BJPയെ മാറ്റി നിർത്താൻ കഴിയും? അതുകൊണ്ട് ആ കാര്യം ഇത്തവണ ചെലവാവില്ല ഇവിടെ. കാരണം BJPയെ തോപ്പിക്കണം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഇത്തവണ മഞ്ചേശ്വരത്തെ വോട്ടർമാർ നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം, ഇവിടുത്തെ ജനങ്ങളുടെയും വിശ്വാസമാണ്. താങ്ക് യു. എല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു.